ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നത്തെ കാഴ്ച പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലല്ലോ. നന്ദുവിൻ്റെ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ കുഞ്ഞാറ്റയും പൂമ്പാറ്റയും കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിക്കുട്ടികളായി പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് വീട്ടിലെ കഥ തുറക്കുന്ന പോലെ ഇവിടുത്തെ കഥയൊക്കെ തുറന്ന് ഇടാൻ നോക്കിയാണ് കേട്ടോ. ഓൾറെഡി ഇവർക്ക് രണ്ടുപേർക്കും കുറ്റി ഉറക്കം അറിയാമല്ലോ. അങ്ങനെ കുറ്റിയൊക്കെ തുറന്ന് പുറത്തിറങ്ങി കുറച്ച് നേരം കളിയായിരുന്നു. അങ്ങനെ ഉച്ച ആയപ്പോഴേക്കും പ്രിയപ്പെട്ട അവിയലും മത്തങ്ങ കൊണ്ടുള്ള കറിയൊക്കെ നാത്തുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മത്തങ്ങ കറിയും അവിയലും കൂട്ടി രണ്ടുപേർക്കും ചോറൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ രണ്ടുപേരും കഴിച്ചു നല്ലൊരു ഉറക്കത്തിലേക്ക് കിടന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും അവർക്ക് ഏത്തപ്പഴം പുഴുങ്ങിയാണ് കൊടുത്തത് കേട്ടോ. അങ്ങനെ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി കഴിച്ച് കുറച്ച് നേരം എല്ലാവരുമായിട്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കി ഉടുപ്പൊക്കെ മാറ്റി രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ കളിക്കും, പിന്നെ കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ആദ്യം പൂമ്പാറ്റപ്പെണ്ണെയാണ് കുളിപ്പിച്ചുകൊണ്ട് വന്നത്. പൂമ്പാറ്റപ്പെണ്ണ് ഉറക്കാൻ വേണ്ടി കിടത്തി. അപ്പോഴേക്കും പിന്നെ രണ്ടാമത്തെ ആളെ കൂടി കുളിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റപ്പെണ്ണെയും കുളിപ്പിച്ച് റെഡിയാക്കി ഉടുപ്പൊക്കെ ഇട്ട്. പിന്നെ കുറച്ച് നേരം ഉടുപ്പിടുന്ന സമയത്ത് നല്ല വാശിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ ഉടുപ്പിടുന്ന സമയത്ത് കുറച്ച് സമയം അതുപോലുള്ള വാശിയും കാര്യങ്ങളൊക്കെ കാണിച്ച ശേഷം ജനലിൽ കൂടി ഇരുന്ന കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് പൂമ്പാറ്റപ്പെണ്ണ് എഴുന്നേറ്റപ്പോഴേക്കും മാങ്ങാപ്പാപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മാങ്ങയ്ക്കകത്ത് മുളക് പൊടി ചെറിയ രീതിയിലിട്ടതാണ്. അവർക്ക് മുളക് പൊടി ഇടാത്ത ഭാഗമാണ് കൊടുത്തത് കേട്ടോ. ചേച്ചി കൊണ്ടുവന്ന മാങ്ങയൊക്കെ കഴിച്ചു. കുറച്ച് സമയം ഇതുപോലെ എൻ്റെ വയറ്റിൽ കയറിയിരുന്ന ഇതുപോലെ തുള്ളി കളിക്കുന്ന കുറച്ച് കലാപരിപാടികൾ രണ്ടുപേർക്കുണ്ട് കേട്ടോ. പിന്നെ നെറ്റിയിലൊരു പൊട്ട് പോലും ഇടാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ നെറ്റിയിലെ പൊട്ടൊക്കെ എടുക്കാൻ വേണ്ടി നോക്കിയാണ്. അങ്ങനെ വീട്ടിൻ്റെ ഓരോ സൈഡിലും ഇതുപോലെ മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ വെഡ്ഡിങ്ങിനെടുത്ത കലണ്ടറാണ്. വെഡ്ഡിങ്ങിന് നമുക്ക് കിട്ടുമല്ലോ, ആൽബത്തിൻ്റെ കൂടെ തന്നെ കിട്ടും. അങ്ങനെ ആ കലണ്ടറാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് സമയം രണ്ടുപേരും തറയിലൊക്കെ ഇരുന്ന് ഇതുപോലെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കുകയാണ്. അതായത് കുഞ്ഞാപ്പിച്ചേട്ടൻ്റെ വണ്ടിയുടെ വീലിട്ട കുപ്പിക്കകത്ത് വീലാണ്. അതൊക്കെ ഇങ്ങനെ ഇട്ട് കിലുക്കി കളിക്കുകയാണ്. അതിൽ നിന്ന് സൗണ്ട് കേൾക്കുന്ന രണ്ടുപേർക്കും ഇഷ്ടമാണ്. അങ്ങനെ കാറൊക്കെ ഓടിച്ച് കളിച്ചു. ഒരു കുപ്പി എടുത്ത് കളിച്ച് കഴിയുമ്പോൾ അതെടുത്ത് എറിഞ്ഞ് പിന്നെ വണ്ടിയൊക്കെ ഉരുട്ടി കളിക്കുകയാണ്. പിന്നെ പൂമ്പാറ്റപ്പെണ്ണ് കളിക്കുന്ന കണ്ടപ്പോഴേക്കും കുഞ്ഞാറ്റപ്പെണ്ണ് എൻ്റെ കയ്യിരുന്നതാണ്. കുഞ്ഞാറ്റപ്പെണ്ണ് കുറച്ച് സമയം ഇതൊക്കെ കണ്ടുകൊണ്ട് നോക്കിയിരുന്നു എന്താണ് ചേച്ചിപ്പെണ്ണ് ചെയ്യുന്നതെന്ന്. പിന്നെ താഴേക്ക് ഇറങ്ങി കുഞ്ഞാറ്റപ്പെണ്ണും കളിക്കാൻ വേണ്ടി ഒരുങ്ങി. അങ്ങനെ ചെറിയ കാറും കളിപ്പാട്ടങ്ങളും ഒക്കെ വെച്ച് രണ്ടുപേരും കളിച്ചുകൊണ്ടിരുന്ന് നല്ല തളർച്ചയിലെത്തിയപ്പോഴേക്കും നല്ല ദോശയും അടിപൊളി ചമ്മന്തിക്കറിയൊക്കെ ആയിട്ട് ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് നൈറ്റ് മക്കൾ കഴിച്ചിരുന്നത്. ചില ദിവസം ചോറ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ദോശയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടും കേട്ടോ, ചൂട് ദോശയൊക്കെ. അങ്ങനെ രണ്ടുപേരും കഴിച്ച് തളർന്നിരുന്നപ്പോഴേക്കും ഒരു ചൂട് ദോശയും എരി കുറഞ്ഞ ചമ്മന്തിക്കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടുപേരും ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേർക്കും ഇപ്പം നല്ല വിശപ്പാണെങ്കിൽ രണ്ടുപേരും വന്നിരുന്ന് കഴിക്കും. ഇപ്പം വിശപ്പൊന്നും ഇല്ല അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മളിപ്പോൾ കൊടുത്താലും മുഖം തട്ടി മാറ്റും. അങ്ങനെ രണ്ടുപേരും പാപ്പമൊക്കെ കഴിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം നല്ലൊരു പാപ്പമൊക്കെ കഴിച്ച് രണ്ടുപേരും കൂടെ നല്ലൊരു ഉറക്കത്തിലേക്കായി. പിന്നെ രാവിലെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ജനൽ തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, മഴയൊക്കെ പെയ്ത് എല്ലാം തന്നെ നനഞ്ഞ് കുളിച്ച് ചെടികളും പർവ്വതനിരകളും എല്ലാം തന്നെ നനഞ്ഞ് കുളിച്ച് പ്രകൃതി ആകെ തണുത്ത് മരവിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. കണ്ണിന് ഒരു പച്ചപ്പെഴുകുന്ന ഒരു കാഴ്ചയാണ്. നല്ല രസമാണ് കാണാൻ. അങ്ങനെ കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണും പൂമ്പാറ്റപ്പെണ്ണും ഉറക്കമൊക്കെ എഴുന്നേറ്റു. അങ്ങനെ രാവിലെ തന്നെ അച്ഛൻ കുഞ്ഞാറ്റപ്പെണ്ണിന് പല്ല് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. പൂമ്പാറ്റപ്പെണ്ണ് രാവിലെ തന്നെ പല്ല് ചേച്ചി തേപ്പിച്ചു. തേച്ച ശേഷം ഒരു വെള്ളക്കുറിയൊക്കെ ഇട്ട് അടുക്കളയിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണ് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകുകയാണ്. അത് അച്ഛൻ പല്ല് തേക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ചാടയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ 2-3 കിന്നരി പല്ലുകളേ ഉള്ളെങ്കിലും അത് നല്ല രീതിയിൽ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വന്ന് നോക്കിയത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കക്ഷിക്ക്. എന്നെ നോക്കിയാണ് കേട്ടോ, അമ്മ നോക്കണ്ട എനിക്ക് പല്ല് തേക്കാനൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണ് അടുക്കളയിൽ വന്ന് നോക്കിയപ്പം ഓൾറെഡി പല്ലൊക്കെ തേപ്പ് കഴിഞ്ഞു, കുറിയൊക്കെ ഇട്ട് കയ്യിലൊരു ബിസ്ക്കറ്റ് പാപ്പമൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് വലിയ ജാടയിൽ കേട്ടോ. അപ്പം അമ്മ ബിസ്ക്കറ്റ് കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്കാണ് ആദ്യം തന്നത് കേട്ടോ. അങ്ങനെ ആ ബിസ്ക്കറ്റ് പാപ്പമൊക്കെ കഴിച്ചു. അങ്ങനെ ചേച്ചി ദോശ ഇടാൻ വേണ്ടിയിട്ടുള്ള മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുപ്പിൽ അരി വെന്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ജോലികൾ അടുക്കളയിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ ഇരുന്ന മക്കൾ ഓരോ കുരുത്തക്കേടും കലാപരിപാടികളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ.
അടുക്കളയിൽ തന്നെ പച്ചപ്പാണ്. മണി പ്ലാന്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നല്ല രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. പുറത്തുള്ള പച്ചപ്പ് പോലെ തന്നെയാണ് കിച്ചൺ ഏരിയയിലും വീടിനകവും എല്ലാം നല്ല നീറ്റായിട്ടാണ് എപ്പോഴും സൂക്ഷിക്കുന്നത്. കണ്ടില്ലേ, ഈ കിച്ചൺ ഏരിയയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ പ്ലാന്റ്സൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടേക്ക് നിന്ന ശേഷം അമ്മൂമ്മയുടെ അരികിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ രാവിലെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അവിടേക്ക് അമ്പൂറ്റിയിൽ പോയി തൊഴുതു. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മഴയൊക്കെ പെയ്തു, ചെടികളെല്ലാം നനഞ്ഞ് അങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. കണ്ടില്ലേ. അങ്ങനെ അപ്പൂപ്പ ഉറക്കം എഴുന്നേറ്റപ്പോൾ അപ്പൂപ്പൻ്റെ പുറത്തിരുന്ന് കുറച്ച് കലാപരിപാടികളൊക്കെ ഏർപ്പെടുകയാണ് പൂമ്പാറ്റപ്പെണ്ണ്. ഇതുപോലെ തുള്ളിക്കളിയും ചാട്ടമൊക്കെയാണ്. അപ്പം വീടിനകത്തുള്ള വ്യൂ ഓൾറെഡി ഞാൻ ഇപ്പം നിങ്ങളുടെ ഓണം സെലിബ്രേഷനെടുത്ത വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ഇവിടെ വന്ന സമയത്ത് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഒരുപാട് ഫോട്ടോകളും കാര്യങ്ങളുമൊക്കെ ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കൃഷ്ണൻ്റെയും രാധയുടെയും അതുപോലെ തന്നെ ഒരുപാട് പെയിൻറ്റിങ്സ് കണ്ടോ. ഇതുപോലുള്ള ചിത്രങ്ങളെല്ലാം കുതിരയുടെയും അതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കിട്ടിയിരിക്കുന്ന മക്കൾക്കൊക്കെ കിട്ടിയിരിക്കുന്ന അവാർഡ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പുറത്തേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ പൂച്ചക്കുട്ടനാണ് രാവിലെ ഉറക്കമെഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവനെ കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞാറ്റപ്പെണ്ണ് കുറച്ച് കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തേക്ക് വാശി കാരണം കൊണ്ടുവന്നു. പിന്നെ രാവിലെ മക്കൾക്കുള്ള ദോശയും ചമ്മന്തിക്കറിയൊക്കെ ചേച്ചി ചുട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു. അങ്ങനെ അപ്പൂപ്പൻ്റെ കയ്യിൽ ഇരുന്നാണ് ഒരാൾ കഴിച്ചത് കേട്ടോ. പൂമ്പാറ്റപ്പെണ്ണ് ഇവിടുത്തെ അപ്പൂപ്പനുമായിട്ട് ഇണങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അനങ്ങാതെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. കുഞ്ഞാറ്റപ്പെണ്ണ് അങ്ങനെ അടുത്ത് വന്നിട്ടില്ല. ഇങ്ങനെ രാവിലെ തന്നെ അപ്പൂപ്പൻ്റെ കയ്യിൽ കയറി ഇരുന്ന് ഇങ്ങനെ ദോശയൊക്കെ രണ്ടുപേർക്കും കൊടുത്തു. കുറച്ച് സമയമൊക്കെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ മടിയിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ കക്ഷി. അങ്ങനെ അപ്പോഴേക്കും കുഞ്ഞാപ്പച്ചേട്ടൻ സ്കൂളിൽ പോകുന്ന സമയമായിട്ടുണ്ടായിരുന്നു. യൂണിഫോമൊക്കെ ഇട്ട് ട്യൂഷനിലേക്കാണ് ആദ്യം പോകുന്നത്. ട്യൂഷൻ സെൻ്ററിലേക്ക് പോയി നമുക്ക് ടാറ്റയൊക്കെ തന്ന് ഇപ്പോഴെങ്ങും പോയില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. യൂണിഫോമാണ് ഇന്ന് കേട്ടോ, ഇന്നത്തെ ദിവസം. അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് പോവുകയാണ്. അങ്ങനെ ചേട്ടൻ പോകാൻ റെഡിയായ സമയത്ത് കുഞ്ഞാറ്റപ്പെണ്ണ് അച്ഛൻ്റെ മടിയിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ രാവിലെ പത്രം എടുത്ത് വായിക്കാൻ ഒരുങ്ങിയപ്പോഴേ ആ ഒരു പത്രത്തിലുള്ള വിശേഷങ്ങളൊക്കെ കുഞ്ഞാറ്റപ്പെണ്ണോട് ഷെയർ ചെയ്യുകയാണ്. കുഞ്ഞാറ്റപ്പെണ്ണ് ആ പത്രം കിട്ടിയിരുന്നെങ്കിൽ എത്രയും വേഗം വലിച്ചു കീറാന്നുള്ള രീതിയിലിരിക്കുകയാണ് കേട്ടോ. പത്രപ്പേപ്പർ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ തന്നെ കാണിച്ചു തരാറില്ലേ. പത്രം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എടുത്ത് കീറിക്കളയാനൊക്കെയാണ് നോക്കുന്നത്. നല്ല മഴയായിരുന്നു കേട്ടോ. പോകുന്ന സമയം ഇറങ്ങുന്ന സമയമൊക്കെ ആയപ്പോഴേക്കും നല്ല മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പോഴും ഇടവിട്ട് ഇങ്ങനെ മഴ പെയ്യുന്ന ഒരു ഏരിയയാണ്. അത് അത്തരത്തിലുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ. പിന്നെ പൂമ്പാറ്റപ്പെണ്ണും കുഞ്ഞാറ്റപ്പെണ്ണൊക്കെ കുറച്ച് നേരം മഴയിൽ നിന്ന് ആസ്വദിക്കുകയൊക്കെ ചെയ്തു. പിന്നെ രണ്ടുപേർക്കും ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് എന്ന് മനസ്സിലായി കേട്ടോ. പിന്നെ കുറച്ച് സമയമൊക്കെ ഈ മഴയൊക്കെ കണ്ടു കഴിഞ്ഞ് അകത്ത് കയറി കളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ചേട്ടൻ വർക്കിനൊക്കെ പോയി. അങ്ങനെ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും മഴ കുറേ സമയം എടുത്ത് തോരാൻ. പിന്നെ മഴയൊക്കെ തോന്നും. പിന്നെ കുഞ്ഞുങ്ങളെ തല നനയ്ക്കാൻ വേണ്ടി ഒന്നും ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. നല്ല തണുപ്പൊക്കെ അല്ലേ. അപ്പോഴേക്കും ചേച്ചി ചൂടുവെള്ളമൊക്കെ അനത്തി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചൂടുവെള്ളത്തിൽ പിറവൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ ഒരു പിറവൊക്കെ കഴുകുന്ന സമയപ്പോഴേക്കും മഴ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരെയും പിറവൊക്കെ കഴുകി ഒരുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഈ ഫ്രോക്ക് കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് രണ്ടുപേരും നല്ല വാശിയാണ്. ഫ്രോക്കെന്നല്ല, കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഉടുപ്പിടുന്ന സമയത്ത് രണ്ടുപേരും നല്ല വാശിയാണ്. അങ്ങനെ ആദ്യം കുഞ്ഞാറ്റപ്പെണ്ണ് ഓരോരുത്തരെയാണ് കേട്ടോ. ഒന്ന് എടുക്കാനൊക്കെ ആളുള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തരെയാണ് കുളിപ്പിച്ചത്. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണിനെ കുളിപ്പിച്ചു. അപ്പോഴേക്കും പിന്നെ പൂമ്പാറ്റയും കുളിപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ കുഞ്ഞാപ്പിച്ചേട്ടൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ താഴെയായതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് മക്കളെയും ഒന്ന് കണ്ട് കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ് പോയത് കേട്ടോ. അപ്പം ഒരാൾ ഉണർന്നു. അങ്ങനെ ആ ഒരാളെ വീണ്ടും ഉറക്കി. പിന്നെ രണ്ടുപേരെയും പാലൊക്കെ കൊടുത്ത് ഉറക്കി. അതിനുശേഷം രണ്ടുപേർക്കും പിരിവൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടി ഒരുങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിരിവ് എഴുതുന്ന സാധാരണ ഞാൻ അതിൻ്റേതായിട്ടുള്ള പെൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പം കിട്ടാത്തതുകൊണ്ട് ഇവിടെയുള്ള പെൻസിൽ കുഞ്ഞാപ്പച്ചൻ്റെ
പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് പിരിവൊക്കെ എഴുതി കൊടുത്തത് കേട്ടോ. അങ്ങനെ രണ്ടുപേർക്കും പിരിവൊക്കെ എഴുതി ഉറക്കാൻ വേണ്ടി കിടത്തി. ആദ്യം കുഞ്ഞാറ്റപ്പെണ്ണാണ്. കുഞ്ഞാറ്റപ്പെണ്ണിനെ പിരിവൊക്കെ എഴുതി സുന്ദരിയൊക്കെ ഉറക്കാൻ കിടത്തിയ ശേഷം പിന്നെ ഇതേ പരിപാടി പൂമ്പാറ്റപ്പെണ്ണിന് പിരിവൊക്കെ എഴുതി സുന്ദരി കുട്ടിയാക്കി ഉറക്കാൻ വേണ്ടി കിടത്തി കേട്ടോ. അങ്ങനെ രണ്ടുപേരും പുത്തനുടുപ്പൊക്കെ ഇട്ട് പിരിവൊക്കെ എഴുതി കുഞ്ഞ് പുതപ്പും വലിയ പുതപ്പൊക്കെ പുതച്ച് ഉറങ്ങാൻ വേണ്ടി കിടന്നു. അങ്ങനെ അവർ ഉറങ്ങിയ ശേഷം ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നു. കാരണം ഇവർ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ കുളിച്ചിട്ടൊക്കെ വരുന്നത്.